പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ ഒരു കുക്കറി ഷോയിന് പോയിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സ് ചാനലിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതേ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഷൂട്ട് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് അവരുടെ ചാനലിലെ വണ്ടിയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പോകണ്ട. അപ്പോൾ ഈ ചാനൽ എവിടെയാണെന്ന് വെച്ചാൽ പിറവത്ത് മണിയിട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇവരുടെ ചാനലിൻ്റെ വലിയ സ്റ്റുഡിയോയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ കുക്കറി ഷോയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഫ്ലവേഴ്സ് ചാനൽ തുടങ്ങിയെടുക്കാൻ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഫ്ലവേഴ്സ് ചാനലിലാണ് ഒരു കുക്കിംഗ് ഷോ ചെയ്തത്. അതിനുശേഷം പിന്നെ 2-3 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ആദ്യത്തിൽ തന്നെയാണ് ഈ ചാനൽ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം നമ്മൾ ഇപ്പോഴാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയാണ് അവർ നമ്മളെ വിളിച്ചത്. അപ്പോൾ എറണാകുളത്തായത് കാരണം പെട്ടെന്ന് വിളിച്ചത്, ഉടനെ ചെല്ലാൻ പറ്റുമല്ലോ എന്ന് കരുതി. അപ്പോൾ വേറൊരു പ്രോഗ്രാം എനിക്കുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ. പക്ഷേ അപ്പോൾ ഞാൻ വിളിച്ചു. പിന്നെ ആ സമയം ഒന്ന് കുറച്ച് നീക്കി വെച്ചിട്ട് നേരത്തെ ആക്കി രാവിലെ. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ശേഷമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മളിപ്പോൾ പിന്നത്തേക്കാക്കി മാറ്റി വയ്ക്കാതെ, നമ്മൾ അടുത്ത ദിവസമായിട്ടേ ഒന്ന് മാറ്റി വയ്ക്കാതെ, എത്ര ചെറിയതായാലും വലുതായാലും നമുക്ക് വിളിച്ച് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റികളും നമ്മൾ മാറ്റി വയ്ക്കാതെ അപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്താട്ടെ. അപ്പോൾ ആ ഒരു ഇത് ഞാൻ കുറച്ച് രാവിലെ നേരത്തെ ആക്കി വെച്ചിട്ട് അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ പോവുകയാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ ചാനലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാം അവരുടെ ഓരോ സെറ്റും അതിലെ സാധനങ്ങളും ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റുഡിയോ ഭയങ്കര വലിയ സ്റ്റുഡിയോയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളുടെ ഈ മാസ്റ്റർ ഷെഫ് പിള്ളേ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം എപ്പോഴാണ് TV-യിൽ ടെലികാസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഫ്ലവേഴ്സ് ചാനലിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണി തുടങ്ങി 1:30 വരെ നമ്മളുടെ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതവിടെ മേക്കപ്പ് റൂമിലാണ്. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട. പിന്നെ നമ്മളിങ്ങനെ തട്ടം ചുറ്റിയിടുന്ന കാരണം പിന്നെ നമ്മൾ ഹെയറൊക്കെ ഈ ചെയ്യേണ്ട കാര്യം അങ്ങനെ ഇതൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ പെട്ടെന്ന് അവിടെ പിന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നു, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചുറ്റി കെട്ടി. അതിപ്പോൾ ഫസ്റ്റ് ഇൻട്രോ എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഔട്ട്ഡോറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ മേക്കപ്പും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ധാരാളം ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ഒരേ സൈസിലുള്ള മേക്കപ്പ്, ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചുള്ള മേക്കപ്പ് സാധനങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പുറത്ത് ആ ഷൂട്ട് ചെയ്യുന്ന ആ വിശേഷങ്ങൾ കാണിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു റൂം ഇത് തരും കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫ്രഷപ്പ് ആവുകയും ഇതൊക്കെ ചെയ്യാം. നമ്മളുടെ ബാഗും ഇതൊക്കെ വേണമെങ്കിൽ അവിടെ വയ്ക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് ഫസ്റ്റ് ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മാസ്റ്റർ ഷെഫ് പിള്ളേ എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് 2 ഗസ്റ്റ് വരുന്നുണ്ട്. ആദ്യം ഒരാൾ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരാൾ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ വന്ന് ഇങ്ങനെ സംസാരിക്കുക ഇതൊക്കെ ചെയ്യും. അതിനുശേഷം പിന്നെ ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവ് തെളിച്ചിട്ടുള്ള ആളുകളെ ഉണ്ട് അവിടെ ഗസ്റ്റായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ കുക്കിംഗ് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സംരംഭം ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും ഇതിൽ അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇൻട്രോയിൽ പറയുന്ന ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്ന അങ്ങനെ ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇത് പിടിക്കുന്നതാണ് അവർ. അപ്പോൾ അത് ആ ഷോ കാണുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ ഒരാൾ ഗസ്റ്റ് വരുന്നതിന് മുൻപ് അവരെ പറ്റി പരിചയപ്പെടുത്തുന്ന ഒരു രീതിയാണിത്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് ഔട്ട്ഡോർ വെച്ചിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പോൾ അതേ സ്റ്റുഡിയോയിലേക്ക് കിടക്കേണ്ട. അപ്പോൾ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഫ്ലവേഴ്സ് 1 കോടിയുടെ ഒരു സെറ്റാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ അതായിരുന്നു. പിന്നെ അതിൻ്റെ വേറൊരു സൈഡിലായിരുന്നു ഈ കുക്കിങ്ങിൻ്റെയൊക്കെ ഒരു കിച്ചണൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ അത് ആ റോബോട്ടും ഇതൊക്കെ ഞാൻ കണ്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് പിള്ളേർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചൺ. ഇപ്പോൾ ഈ കിച്ചണിൽ വെച്ചിട്ടാണ് ഈ കുക്കിങ്ങിൻ്റെ ഈ ഷെഫ് പിള്ള ഇത് കുക്ക് ചെയ്യുകയും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് തൊട്ട് മുൻപുള്ള ആ ഗസ്റ്റ് വന്നിരിക്കുന്നതായിട്ടുള്ള ഷൂട്ടാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ കിച്ചണിൽ കയറുന്നതിന് മുൻപ് നമ്മളുടെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ എന്താണ് പറയുന്നത് എന്നൊക്കെ നമ്മളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ അവരതവിടെ നോട്ട് ചെയ്യുകയും ഇതൊക്കെ ചെയ്യും. അതിന് ശേഷം നമ്മളിപ്പോൾ ഷൂട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ തൊട്ട് മുൻപുള്ള ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ എൻ്റെ ഇതായിരുന്നു. അപ്പോൾ ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നത് ഒരു ബീഫ് കോക്കനട്ട് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ കോക്കനട്ടും ഇതൊക്കെ ചേർത്ത് ചെറിയ ഉള്ളിയും പിന്നെ ഉണക്കമുളകും എല്ലാം വഴറ്റി പിന്നെ അതിനകത്ത്
ഉലുവ, ജീരകം അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസും സാധനങ്ങളൊക്കെ കൂടി ആ കോക്കനട്ടിനൊപ്പം വറുത്തെടുത്ത് പിന്നെ ഉള്ളിയും ഇതൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ മുഴുവനെ തന്നെ വറുത്തെടുത്തിട്ട് ചതച്ചെടുത്തതാണ്. എന്നിട്ട് അത് വെളിച്ചെണ്ണയിൽ വഴറ്റി പിന്നെ ഈ കോക്കനട്ട് ഇതിൻ്റെ ഒപ്പം മസാലകളൊക്കെ ചേർത്ത് വറുത്തെടുത്തതും പൊടിച്ച് ചേർക്കും. പിന്നെ ആ ബീഫ് ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത് നല്ല രുചിയാണത്. ഇതിന് മുൻപ് ഞാൻ തമിഴ്നാട്ടിൽ ഇതിൻ്റെ തന്നെ ചിക്കനിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണെന്നും പറഞ്ഞിട്ട് എനിക്ക് അവിടുത്തെ സെലിബ്രിറ്റി ഷെഫായ ദാമുവിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ഒരു ഇത് ചെയ്തതിൽ അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത് ഈ ബീഫിലാണ്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി കൊണ്ടുവന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഷെഫിനും നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് അവിടെ ധാരാളം പേര് സെറ്റിലുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും വന്ന് നമ്മളുടെ ഫുഡ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഇതൊക്കെ ചെയ്യും. നമ്മൾ വെറുതെ പറയുന്നതാണോ എന്താണെന്നൊക്കെ അറിയട്ടെ. പിന്നെ എല്ലാവർക്കും അതൊരു താല്പര്യമാണല്ലോ, ഇപ്പോൾ ഒരു ഭക്ഷണം കണ്ടിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്യും, ഇതൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകതരം ഇതായിരുന്നു. നമ്മൾ ഈ കുക്കിംഗ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്ലോ കുക്ക് ചെയ്ത് നമ്മൾ ആ മസാലയൊക്കെ കറക്റ്റ് അളവിനാണെങ്കിൽ നമ്മൾക്ക് പിന്നെ പ്രത്യേകിച്ച് ഈ റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് മലയാളികൾക്ക് എല്ലാത്തിനും കുറച്ച് സ്പൈസി ആകണമല്ലോ. അപ്പോൾ സ്പൈസിയൊക്കെ ഇങ്ങനെയുള്ള ഐറ്റത്തിനൊക്കെ നമ്മൾ കുറച്ച് അധികം മുളകും ഇതൊക്കെ ഇട്ട് പിന്നെ ഒരു കളറ്, ഇപ്പോൾ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് അറിയുന്നത് ആദ്യം തന്നെ അതിൻ്റെ കളറിലാണ്. അപ്പോൾ കളറ് ഇതാവാൻ വേണ്ടി ഞാൻ കാശ്മീരി ചില്ലിയും കുറച്ച് ചേർത്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഷെഫ് തയ്യാറാക്കിയതാണ് കേട്ടോ ഇത്. ഫസ്റ്റ് തന്നെ ഷെഫ് തയ്യാറാക്കിയതാണ് ആ പാസ്തയും അയിലയും വെച്ചിട്ടുള്ള ഒരു ഡിഷ് ഫ്യൂഷനാണ് തയ്യാറാക്കിയത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നതാണ് ആ ബീഫ് ഇങ്ങനെ കിഴിയിൽ കെട്ടി കൊണ്ടുവന്നത്. പിന്നെ അതിൻ്റെ സൈഡായിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും കൊണ്ടുവരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നായാലും നമുക്ക് സമയം കിട്ടിയില്ല ഒന്നും അറേഞ്ച് ചെയ്യാൻ. അപ്പം ഞാൻ ആ ഒരു ഡിഷ് മാത്രമേ കൊണ്ടുപോയുള്ളൂ. അപ്പോൾ ഫ്ലവേഴ്സ് ചാനലിൽ ഞാൻ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോരാൻ സമയത്ത് ലാസ്റ്റ് ഷൂട്ട് നമ്മുടെ ആയിരുന്നു. അപ്പോൾ അതിലെ കുറേ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കുള്ള ട്രാവലർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതാ നമ്മളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഫുഡും ഒക്കെ പ്രൊവൈഡ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡ് എല്ലാ നേരം ഫുഡും ഇതൊക്കെ ഉണ്ടാകും. നമുക്ക് അപ്പോൾ ഡിന്നറിനുള്ള ചപ്പാത്തി ഇതൊക്കെ അവർ നമുക്ക് തരും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മളിതേ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടമാക്കുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ.